ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 3-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒന്ന് ചൊല്ലി, അത്രയേ ഉള്ളൂ. അതിൻ്റെ വിശദീകരണമായ അർത്ഥത്തിലേക്ക് നമുക്കിനി പ്രവേശിക്കണം. എന്തായിരുന്നു ഒന്നാമത്തെ ശ്ലോകം? അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്, ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരി മാം നിയോജയസി കേശവ. ഈ ഒരു ചോദ്യം ചോദിക്കുവാനുണ്ടായ കാരണം വിശദമായി നമ്മൾ 2-3 ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞു. എന്താണ് അർജുനൻ ചോദിക്കുന്നത്? ഹേ കൃഷ്ണ, അങ്ങു തന്നെയല്ലേ കുറച്ച് മുൻപ് എന്നോട് പറഞ്ഞത് ജ്ഞാനമാണ് കർമ്മത്തേക്കാൾ ശ്രേയസ്കരമെന്ന്? എന്നിട്ടും അങ്ങ് എന്തിനാണ് എന്നെ ഈ ഘോരമായ യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് കൃഷ്ണ? പറയൂ, എനിക്ക് ഇതിനുള്ള ഉത്തരം ലഭിക്കണം. ഇതാണ് അർജുനൻ്റെ സംശയം. ഇനി നമുക്കൊന്നുകൂടി ആഴത്തിൽ ഈ ചോദ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എങ്കിലേ നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഭഗവത്ഗീത പുസ്തകങ്ങളിൽ ശ്ലോകമുണ്ടാകും, 2-3 വരി അതിൻ്റെ അർത്ഥവും ഉണ്ടാകും. അങ്ങനെ ഒന്ന് വായിച്ചു പോയാൽ നമുക്ക് ആ ശ്ലോകത്തിന് പിന്നിലെ അർത്ഥം വ്യക്തമായും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളിതിനെ ആഴത്തിലേക്ക് മനസ്സിലാക്കി ചിന്തിച്ച് പഠിക്കുക തന്നെ വേണം, ഓരോ ശ്ലോകങ്ങളും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. അർജുനൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്താണ് വിശ്വാസം? ഞാൻ എൻ്റെ പിതാമഹനോടും എൻ്റെ തന്നെ രക്തബന്ധങ്ങളോടും യുദ്ധം ചെയ്യുന്നത് ഒരു ഘോരമായ കർമ്മമാണ്, അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് അർജുനൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2-ാം അധ്യായം മുഴുവൻ കേട്ടതിനു ശേഷവും അർജുനൻ്റെ മനസ്സിൽ ഈ സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കുവാൻ, ഗ്രഹിച്ചെടുക്കുവാൻ ആർക്ക് സാധിച്ചിട്ടില്ല? അർജുനന് സാധിച്ചിട്ടില്ല. കേശവൻ ആദ്യമേ തന്നെ അർജുനനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശദീകരിച്ച് കൊടുത്തിരുന്നു. ഈ മഹാഭാരത യുദ്ധം ഇവിടെ നടക്കുന്നത് നിന്റെ ഗുരുജനങ്ങളെയോ ബന്ധുക്കളെയോ വധിക്കുവാൻ വേണ്ടിയിട്ടല്ല. അർജുനന് ഏതു രീതിയിൽ ചിന്തിക്കുവാൻ പാടില്ല ഈ നിമിഷം. അർജുനൻ ഇവിടെ ഓരോ സൈന്യത്തിലെയും വ്യക്തികളെ പ്രത്യേകമായിട്ട് എടുത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു യുദ്ധമാണ്. 2 പക്ഷത്തു നിന്നും സൈനികർ യുദ്ധം ചെയ്യും. യുദ്ധത്തിൽ 2 ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകും. ഇത് 2 തരം ചിന്താധാരകൾ തമ്മിലുള്ള യുദ്ധമാണ്. ഞങ്ങൾ ധർമ്മത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യം പാണ്ഡവന്മാർക്കുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് അർജുനന് യുദ്ധം ചെയ്യാനൊരു വിഷമം തോന്നിയത്? കാരണം അർജുനൻ്റെ ചിന്താരീതികൾ ശരിയല്ല, അത്ര തന്നെ. അർജുനന് തൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന ചിന്ത, ആ ഒരു അഹങ്കാരം ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അർജുനൻ അവിടെ ബന്ധങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ശത്രുവായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന സൈന്യത്തെ കാണാൻ അർജുനന് ഇവിടെ സാധിക്കുന്നില്ല. തനിക്ക് അവരോടുള്ള ബന്ധമാണ് അർജുനൻ, അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധം ചെയ്യുവാൻ അർജുനന് ഉത്സാഹമില്ലാത്തത്. അങ്ങനെ ഈ അർജുനൻ തൻ്റെ മാനസിക സംഘർഷത്തിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കാരണം ആ വിഷമത്തിൽ നിന്നും പുറത്തു കടക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും ആ ഒരു കുരുക്കിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അർജുനന് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ വീണ്ടും സംശയത്തിലാക്കുകയാണ്. ഒരു വശത്ത് ഭഗവാൻ പറയുന്ന കാര്യങ്ങളിൽ സന്യാസം എന്ന പാത അടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഭഗവാൻ അർജുനനെ ഈ ഘോരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംശയമുണ്ടായല്ലേ പറ്റൂ. പക്ഷേ അർജുനന് ഇവിടെ ഒരു ചെറിയ കുഴപ്പം സംഭവിക്കുന്നുണ്ട്. ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞ ശ്ലോകങ്ങളിൽ സന്യാസത്തിൻ്റെ പാതയുണ്ടെങ്കിലും ഭഗവാൻ അവിടെ നിർദ്ദേശിക്കുന്നത് അർജുനനോട് മനസ്സിലെ ദുർബല ചിന്തകളെ സന്യസിക്കുവാനാണ്. ശരീരം കൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് കർമ്മഫലത്തെയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളെയും സന്യസിച്ചുകൊണ്ട് കർമ്മത്തിലേർപ്പെടും.
ഇത് അർജുനന് പൂർണ്ണമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം അർജുനൻ്റെ മനസ്സിലുണ്ടാകുന്നത്. ഞാൻ യുദ്ധം ചെയ്യണോ അതോ വേണ്ടയോ? എനിക്കേതാണ് ശ്രേയസ്കരമായ മാർഗം? അർജുനൻ വീണ്ടും ചോദിക്കുന്നു. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദനിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാത്. അങ്ങ് പറയുന്ന ഈ ആശയങ്ങൾ, ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ എൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നില്ല. അതിനെ അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കുവാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് അങ്ങ് തന്നെ ഏതു പാത ഞാൻ തിരഞ്ഞെടുത്താലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ലഭിക്കുക എന്ന് അങ്ങു തന്നെ പറഞ്ഞു തന്നാലും എന്ന് അർജുനൻ പറയും. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും പ്രണാമം. ഹരി ഓം.